വെൽക്കം ബാക്ക് ടു അമൻസ് കിച്ചൻ. ഇന്ന് നമ്മുടെ നാടൻ ചീര വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അറബിക് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. മാവ് ഇതുപോലെ കുഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മാവ് നന്നായി ഒന്ന് കവർ ചെയ്യുന്ന അളവിലാണ് എണ്ണ ഒഴിക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമുക്ക് ഫില്ലിങ് റെഡിയാക്കണം. ഇതിന് വേണ്ടിയിട്ട് 2 മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ച ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും 1/2 കപ്പ് പച്ച ചീര അരിഞ്ഞതും കൂടി ചേർക്കണം. മുട്ടയിലേക്ക് ആവശ്യമായ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുക്കണം. ഇതാണ് നമ്മുടെ ഫില്ലിങ്. നമ്മളെടുത്ത മാവിൻ്റെ അളവനുസരിച്ചിട്ട് നമുക്ക് 2 മുത്തബക്കാണ് ഉണ്ടാക്കാൻ പറ്റുക. ഞാനിപ്പോൾ ഇതിലേക്കുള്ള 1ാമത്തെ മുത്തബക്കിലേക്കുള്ള മിക്സാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരു മിക്സ് കൂടി ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് 2ാമത്തേതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 3 മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് 2 ഈക്വൽ പാർട്ടാക്കി മാറ്റിയിട്ട് നമുക്ക് ഒരു പാർട്ട് എടുത്തിട്ട് നമുക്ക് മുത്തബക്ക് ഉണ്ടാക്കാൻ നോക്കാം. നല്ല വലുപ്പമുള്ള ഒരു മാറ്റിൽ ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കൈ വെച്ച് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. മാവ് എണ്ണയിലിട്ട് വെച്ചതുകൊണ്ട് നന്നായി സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. കൈ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ പരന്നു വന്നോളും. മാക്സിമം കനം കുറച്ച് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പരത്തിയെടുത്ത ശേഷം ഒരു പാന് ചൂടാക്കി അതിലേക്ക് അല്പം എണ്ണ തടവി കൊടുക്കണം. എണ്ണ ചൂടായ ശേഷം മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മാവ് വെക്കുമ്പോൾ എപ്പോഴും നടുഭാഗം മാത്രം ചട്ടിയിലേക്ക് വെച്ചാൽ മതി. ബാക്കിയുള്ള ഭാഗം നമുക്ക് മടക്കി വെക്കാനുള്ളതാണ്. വലിയ പാനാണെങ്കിൽ മൊത്തത്തിൽ വെച്ച് കൊടുക്കാം. മുട്ട മിക്സ് ചേർത്ത ശേഷം മാവിൻ്റെ 4 ഭാഗവും മടക്കി ഒരു ചതുരാകൃതിയിലാക്കി എടുക്കണം. ഷേപ്പ് ചെയ്ത ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം ഒന്ന് ചെറുതായി വെന്ത് തുടങ്ങുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് മറിച്ചിടാം. മുത്തപ്പയ്ക്ക് എപ്പോഴും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. എഗ്ഗിൻ്റെ ഫില്ലിങ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് 2 ഭാഗവും നന്നായി ഒന്ന് മുരിച്ചെടുത്ത ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ചൂടോട് കൂടി തന്നെ ഇത് ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാടൻ ചീര കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.